കോർപ്പറേഷനിലെ UDF തിളക്കമാർന്ന വിജയം നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാലത്തുമില്ലാത്ത നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ UDFന് ലഭിക്കുകയാണ്. 50 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കണം. ഒരു മാറ്റത്തിന്റെ കാറ്റ് കോഴിക്കോട്ട് വീശുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഈ കാര്യത്തിലുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ED വെച്ച് BJPയും CPM കളിക്കുകയാണ്. ED ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയക്കും. അത് BJP CPMനെ സഹായിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ED ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല, നടപടിയില്ല. അപ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കേരളത്തിന്റെ ഖജനാവിൽ 5 പൈസയില്ല. ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ 1,10,00,000 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ ഇപ്പൊ തന്നെ 2-3 കാറുണ്ട്. കാറ് വാങ്ങാൻ 1,10,00,000 രൂപ. ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ലാവ്ലിൻ കേസുമായി മസാല ബോണ്ടിന് ബന്ധമുണ്ട്. ലാവ്ലിൻ കമ്പനിയിൽ ഷെയറുള്ള CDPQ എന്ന കമ്പനിക്ക് 1000 കോടിയിലധികം രൂപയുടെ ലാഭമുണ്ടാക്കിയ ഒരിടപാടാണിത്. ഞാനന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ EDയുടെ നോട്ടീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് കള്ളത്തരമാണ്. പക്ഷേ മസാല ബോണ്ടിൽ നടന്ന അഴിമതി ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കപ്പെടും. അതിന് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ പരിശ്രമവും നടത്തും. വല്ല സംശയമുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ പോയി? മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി PAമാരെ ചോദ്യം ചെയ്ത് എവിടെ പോയി? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മറ്റാരോപണങ്ങൾ വന്നു, എവിടെ പോയി? ഇതെല്ലാം ഒരു കള്ളക്കളിയാണ്. CPMഉം BJPയും തമ്മിലുള്ള അണ്ടർഹാൻഡ് ഡീലാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. അതുകൊണ്ട് ഈ നോട്ടീസിനെ നിങ്ങൾ ആരും ഗൗരവത്തിലെടുക്കണ്ട. ഇന്നലെ തോമസ് ഐസക് പറഞ്ഞത് വികസനത്തിന് വേണ്ടി എടുത്ത പണമാണ്, അതിനുവേണ്ടിയാണ് ചെലവഴിച്ചതെന്നുള്ളത്. ഇത് അതിനേക്കാൾ പലിശ കുറഞ്ഞ പണം കിട്ടുമല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മെട്രോയ്ക്ക് എടുത്തത് 3.5%, 9.27%. അതും ഈ മസാല ബോണ്ട് വിറ്റ് 1075 കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണ്. എന്തിനാണെന്നറിയാമോ? ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ. പിണറായി വിജയൻ എന്ന ലാവലിനോട് വലിയ പ്രേമമാണ്. 375 കോടി രൂപയുടെ അഴിമതിയായിരുന്നു ലാവ്ലിൻ കേസ്. ഇപ്പൊ തീർന്നിട്ടില്ല കേസ്, സുപ്രീം കോടതി കിടക്കുകയാണ്. പിണറായി വിജയൻ 7ാം പ്രതിയാണ്. ആ കേസ് മാറ്റി 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 വെക്കുന്നു. 41 തവണ മാറ്റി. എങ്ങനെ മാറ്റി? CPM BJP ബന്ധത്തിന്റെ ഭാഗമല്ലേ ഈ മാറ്റലെല്ലാം? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് സുപ്രീം കോടതി 41 തവണ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനിയും മാറ്റും. പക്ഷേ സത്യത്തെ ആർക്കും മറയ്ക്കാൻ കഴിയില്ല. കിഫ്ബി ഫണ്ട് വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് എന്നുള്ള വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം മുഖ്യമന്ത്രിയാണല്ലോ അധ്യക്ഷൻ. മുഖ്യമന്ത്രിയാണല്ലോ കിഫ്ബിയുടെ അധ്യക്ഷൻ. അദ്ദേഹം തന്നെ അറിഞ്ഞിട്ട് ചെയ്താണ്. അത് സംശയമൊന്നുമില്ല. നാളെ സ്വർണ്ണക്കടത്ത് കേസിൽ, ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ റിപ്പോർട്ട് വരികയാണ്. പത്മകുമാർ തന്നെ കടകംപള്ളിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അന്വേഷണം അങ്ങോട്ട് പോകുന്ന കരുതുന്നു. ഒരു സംശയവും വേണ്ട. അടുത്തത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. കാരണം പത്മകുമാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ആ വാർത്തകൾ ശരിയാണെങ്കിൽ, ആ വാർത്തകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മന്ത്രിമാരിലേക്കും പ്രത്യേകിച്ച് കടകംപള്ളിയിലേക്ക് അന്വേഷണം നീങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വലിയ തോതിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CPM ആരോപിക്കുന്നത് കോൺഗ്രസ് വഹിക്കുന്നു എന്നുള്ളതാണ്. അല്ല, കണ്ടുപിടിക്കേണ്ട പോലീസ്. ഇനി ഞങ്ങൾക്ക് എന്താ വേണം? ആരെല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. നിയമത്തിന്റെ വഴിക്ക് പോയി ഞങ്ങൾക്ക് എന്ത് കാര്യം?
ചിലർ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. ഞങ്ങളാരും സംരക്ഷിക്കുന്നില്ല, പാർട്ടിയെ സംരക്ഷിക്കുന്നു. അതിജീവിത വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അതേ കേസിൽ തന്നെയാണ് സന്ദീപ് വാര്യരും പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. അതേ നടപടിക്രമം അദ്ദേഹത്തിനെതിരെ വരില്ലേ? സ്വാഭാവികമല്ലേ? നിയമത്തിന്റെ വഴിക്ക് പോകും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഒറ്റ കാര്യം, SIR കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന കേരളത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കണം. അത് ഹാൻഡിൽ മാറ്റുന്നു, അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. BJPയുമായി ഏറ്റവും അടുത്ത ബന്ധം ഇന്ന് കേരളത്തിലെ CPM-നാണ്. അതാണ് SIR-നെതിരെ പോസ്റ്റ് ഇട്ടാൽ അവരുടെ പേരിൽ കേസെടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം. CPM-ഉം RSS-ഉം BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മതന്യൂനപക്ഷങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ വക്താക്കളായി അവർ മാറുകയാണ്. പുതിയ രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. യൂണിഫിന്റെ കയ്യിലുണ്ടായിരുന്ന ബാങ്കാണ്. പക്ഷേ അവിടെ ഇന്നലെ കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അവിടുത്തെ NK അബ്ദുറഹ്മാനാണ് അദ്ദേഹത്തിന്റെ നേതാവ്. അദ്ദേഹം ഉൾപ്പെട്ട് കൂടുതൽ മെമ്പർഷിപ്പ് CPM-ന് നൽകിയെന്നാണ് ആരോപണം. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. NK അബ്ദുറഹ്മാൻ ഒരു KPC അംഗം കൂടിയാണ്. അപ്പൊ KPC അംഗം CPM-മായി ഒത്തുചേർത്ത് ചേവായൂർ ബാങ്ക് പോലെ കാരശ്ശേരി ബാങ്ക് അട്ടിമറിക്കാൻ ശ്രമമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അപ്പം അദ്ദേഹത്തെ പദവിയിൽ നീക്കുക, അത്തരത്തിൽ നടപടി എന്തെങ്കിലും KPCC പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാറിനോട് വിശദമായ റിപ്പോർട്ട് തേടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആലോചിച്ച് യുക്തമായ നടപടി കൈക്കൊള്ളും.